എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ശബരിമലയ്ക്ക് മാലയൊക്കെ ഭക്തിയുടെ നിറവിലാണ് കേട്ടോ. ന്യൂ ഇയർ കഴിഞ്ഞ് 1-ാം തീയതിയല്ലേ എന്ന് പറഞ്ഞ ഒരു ഭക്തിമയോ ആയിക്കോട്ടെ, എന്തായാലും ആയി എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പോയിരിക്കണത് ഊട്ടുകുളങ്ങര ഭഗവതിനെ കാണാനാ. ആ കുളത്തിലൊരു ചാട്ടമൊക്കെ ചാടി കുറച്ചേരൊക്കെ നീന്തി കഴിഞ്ഞ ശേഷം നമ്മൾ ആ കുളത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് വ്യായാമത്തിലൊന്ന് നടന്നു നോക്കി. എന്താ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ. രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാലും പോരാ, അത് മാത്രമല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിൽ കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ നെൽവയലുകളും താമരക്കുളവും അതൊരു അനുഭവം തന്നെ കേട്ടോ. രാവിലത്തെ ഒരു കാഴ്ച പറഞ്ഞ അങ്ങനെ ആ കുളത്തിന്റെ സൈഡിൽ കൂടിയും ആ നെൽവയലത്തിൽ കൂടെയൊക്കെ ഒന്ന് നമ്മളൊന്ന് കാര്യപ്പെട്ടൊന്ന് നടന്നു. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഈ പാടങ്ങളുടെ കാഴ്ചയും രാവിലത്തെ സൂര്യോദയവും അതൊരു വല്ലാത്ത മനസ്സിലേക്കൊരു കുളിർമ തരുന്ന കാഴ്ച കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്ഥലം എന്ന് വന്നിരുന്നത് പെരുവമ്പാണ്. പെരുവമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് ഇതുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് വന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ ഇതുപോലുള്ള കാഴ്ചകളും മനസ്സ് നിറയും, ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ താമരക്കുളവും. അതുപോലെ തന്നെ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ശിവനുണ്ട്, ഭഗവതിയുണ്ട്. ഈ ആൽച്ചോടും ആൽത്തറയൊക്കെ നമ്മളെ പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ അമ്പലങ്ങളും ഇതുപോലെ വയലുകളാണ്. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിന്റെ തൊട്ടന്നെ നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും അടിപൊളി ചട്നിയും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോയിട്ട് അവിടെ നിന്ന് കാണണ്ടേ.